ഹായ് ഹലോ വിഷനി ഹിയർ. അവർ ഇന്ന് നിങ്ങളെ വിളിക്കുമോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് കുറച്ച് കാർഡ് എടുത്തിട്ടുള്ളത്. 12 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഇത് നിങ്ങൾക്ക് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, ഒരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപക്ഷെ നിങ്ങളെപ്പോൾ കേട്ടാലും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അതറിയാൻ പോകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞിട്ട് അതിലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ വീണ്ടും കുറേ ചാനലുകളൊക്കെ കണ്ടിട്ട് അതായിരിക്കും ഇതായിരിക്കും എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാതിരിക്കുക. ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകുക എന്നാണ് പറയാനുള്ളത്. നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. നമ്മളെ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വന്നാൽ മതി. താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ടംബിൾ സ്റ്റോൺസ്, ബ്രേസ്ലെറ്റുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇത് നമ്മുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, PCOD പ്രോബ്ലങ്ങൾക്ക്, അതേപോലെ തന്നെ പണം അട്രാക്ട് ചെയ്യാൻ, പ്രണയം അട്രാക്ട് ചെയ്യാൻ, ബ്ലാക്ക് മാജിക് ഇല്ലാതെയാക്കാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, കരിയറിന് വേണ്ടിയിട്ട്, അങ്ങനെ പലതരത്തിലുള്ള ബ്രേസ്ലെറ്റുകളും ടംബിൾ സ്റ്റോണുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ അങ്ങനെ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാം, അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് അടിച്ചേക്കാം. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്ന കാര്യങ്ങൾ എത്തരത്തിലാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അവരുടെ ഒരു കറണ്ട് എനർജിയും കറണ്ട് സിറ്റുവേഷനും, അവരെപ്പോൾ മടങ്ങി വരുന്നു, എപ്പോൾ വിളിക്കുന്നു, ഇനി നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോയെന്നും പരിഹാരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട്. നമ്മൾ ടോപ്പിക്ക് വെച്ചിട്ടുള്ളത് അവർ ഇന്ന് വിളിക്കുമോ എന്ന്. മാക്സിമം നിങ്ങൾക്ക് ഈ സമയം തുടങ്ങി, എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ആ സമയം തുടങ്ങി ഒരു 24 hours അവരുടെ കോളോ മെസ്സേജോ ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടാക്റ്റോ വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇതിലെ കാർഡുകൾ പലതും റിവേഴ്സാണ് കൂടുതൽ വന്നിട്ടുള്ളത്. റിവേഴ്സ് കാർഡുകൾ എന്ന് പറയുമ്പോൾ വെല്ലുവിളികളെ സൂചിപ്പിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം. ഇത് ഫ്രണ്ടോ, വിവാഹേതര ബന്ധമോ, കാമുകനോ കാമുകിയോ ആരോ എന്തോ ആവാം. ഓക്കെ. അപ്പോൾ നിങ്ങളെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്ന് പറയാം. കാരണം നിലവിൽ ഈ ഒരു ബന്ധത്തിൽ വലിയൊരു മാനസിക സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മദർ ഓഫ് പെൻഡക്കിളും മദർ ഓഫ് സോഡ്സും വന്നിട്ടുള്ളത് റിവേഴ്സാണ്. കാരണം നിങ്ങളെ ചിന്തിച്ച വ്യക്തിക്ക് ഇപ്പോൾ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. കാരണം ഒരു പക്ഷേ അവർക്കിപ്പോൾ തനിച്ചിരിക്കാനായിരിക്കും താല്പര്യം. 2 of Swordsഉം 7 of Cups വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു വ്യക്തമായ ആശയവിനിമയം നടക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്ത വിധം ഒരു ബ്ലോക്കേജ്, ഒരു തടസ്സം ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഇനി അവർ വിളിക്കുമോ, ഇന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കാർഡുകൾ പറയുന്നത് ഇന്ന് തന്നെ ഒരു കോള് വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് കാര്യങ്ങളെ ചിന്തിച്ച് തീരുമാനിക്കാൻ അല്പം കൂടി സമയം ആവശ്യമാണ്. ഓക്കെ. എപ്പോൾ വിളിക്കും അല്ലെങ്കിൽ എപ്പോൾ മടങ്ങി വരും എന്ന് നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഒരു നല്ല സൂചനയാണ്. ഇതൊരു പ്രത്യാശ, സൗഖ്യം, ഹീലിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 8 of Swords പറയുന്നത് അവർ സ്വയം സൃഷ്ടിച്ച ചില മാനസിക ബന്ധനങ്ങളിലാണ്, അല്ലെങ്കിൽ അവരുടേതായ ചില പ്രശ്നങ്ങളിലായിരിക്കാം. മടങ്ങി വരവ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള ഒരു സമയമില്ല. ഏകദേശം കുറച്ച് ആഴ്ചകൾ എടുത്തേക്കാം. മേ ബി ഒരു 3 ആഴ്ച തുടങ്ങി 8 ആഴ്ച വരെയൊക്കെ അതിനുള്ളിൽ ചിലപ്പോൾ അവർ തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം നിങ്ങൾ അവരെ അമിതമായിട്ട് നിർബന്ധിക്കുകയോ മെസ്സേജുകൾ അയക്കുകയോ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ. ഓക്കെ. കാരണം നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിനാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മുൻഗണന കൊടുക്കേണ്ടത്. 4 of Swords റിവേഴ്സാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നല്ല വിശ്രമവും മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു സമയവും ആവശ്യമാണ് എന്നാണ് പറയുന്നത്. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന നല്ലതാണ്. ഡെയിലി ഒരു 10 മിനിറ്റ് കണ്ണടച്ച് ശാന്തമായിട്ടിരിക്കാം. അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജീനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. സെൽഫ് കെയർ ചെയ്യാം, സ്വയം സ്നേഹിക്കാം. കാരണം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം സമയം കണ്ടെത്താം. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ മാത്രമാണ് പോസിറ്റീവ് എനർജി അവരിലേക്ക് എത്തുള്ളൂ. ഓക്കെ.
മഞ്ഞ നിറം ഉപയോഗിക്കുന്നത്, മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ വസ്തുക്കളോ കീ ചെയിനോ അങ്ങനെ എന്തും നമ്മൾ ഉപയോഗിക്കുന്നത് ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു സമയം കൊടുക്കാനാണ് പറയുന്നത്. കാരണം നമ്മൾ നിർബന്ധപൂർവം ഒന്നും ചെയ്യേണ്ടതില്ല, കാര്യങ്ങൾ പതിയെ അത് അനുകൂലമായിട്ട് വരും എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇപ്പം അവർ ഇത് ചെറിയൊരു വഴക്കല്ല, മറിച്ച് വലിയൊരു മാനസികമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഘട്ടമാണ് എന്ന് നമുക്ക് തോന്നാം. വൈകാരികമായിട്ട് അവർ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പഴയ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകുമോ എന്നൊരു ഭയം ചിലപ്പോൾ അവർക്കുണ്ടാകാം. സ്നേഹത്തിനേക്കാൾ ഉപരി എന്താ പറയുക, ഒരു തരം നിസ്സംഗതയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഓഫ് സോർട്സും 7 ഓഫ് കപ്പും നമ്മൾ പറഞ്ഞു ആശയക്കുഴപ്പം തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണം, പക്ഷേ നിലവിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് അവർക്കറിയില്ല. പല ചിന്തകൾ ചിലപ്പോൾ അവരുടെ തലയിലുണ്ടാകാം, പക്ഷെ ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല എന്ന് പറയില്ലേ. അതേപോലെ തന്നെ സ്റ്റാർ കാർഡ് വന്നുകൊണ്ട് ഇതൊരു പ്രത്യാശയുടെ കിരണമാണ് എന്നൊക്കെ തന്നെ പറയാം. ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല, കാരണം ഒരു ഹീലിംഗ് പീരീഡിൽ കൂടെ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത്. അപ്പം അതിനൊരു സമയം ആവശ്യമാണ്. 10 ഓഫ് വാൻസും 8 ഓഫ് സോർട്സും റിവേഴ്സാണ്. കാരണം അവരനുഭവിക്കുന്ന വലിയൊരു മാനസിക ഭാരം അത് ഇറക്കി വയ്ക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കൃത്യമായ സമയം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അടുത്തൊരു 3 ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ഒരു മാർച്ച് പകുതിയോടുകൂടിയൊക്കെ ചിലപ്പോൾ നിങ്ങളായിട്ടൊരു കോളോ മെസ്സേജോ വരുന്നത് സാധ്യതയുണ്ട്. ഇപ്പോഴേ നിങ്ങൾ അതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കാതിരിക്കുക, സംഭവിക്കട്ടെ, അതിനുവേണ്ടി സമയം കൊടുക്കുക. അതിൽ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഓഫ് കപ്പ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ മൂന്നാമതൊരാളുടെ ഇടപെടലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ തെറ്റായ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ അങ്ങനെ അത്തരം കാര്യങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അകറ്റാൻ കാരണമായിട്ടുണ്ടാവാം. കാരണം 6 ഓഫ് വാൻസ് പറയുമ്പോൾ അവർക്ക് നിങ്ങളെ നേരിടാൻ ഒരു തരം അപകർഷതാബോധോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ തോറ്റുപോയി എന്നൊരു തോന്നലോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസിങ് നിർത്തുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം അവരെ പിന്തുടരുന്നുവോ അത്രത്തോളം അവർ അകന്നു പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. കാരണം കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും അവരായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുക. ഓക്കെ, അതായിരിക്കാം ബെറ്റർ. പിന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റോ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക. ഓക്കെ, കാരണം അതും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ വീട്ടിൽ വൈകുന്നേരമൊക്കെ ഒരു നെയ്വിളക്ക് കൊളുത്തിയിട്ട് ഓം ശാന്തി എന്നൊരു 11 തവണ ജപിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റും എന്നാണ് പറയുന്നത്. പിന്നെ വെള്ളിയാഴ്ചകളിൽ വെള്ള വസ്ത്രം ധരിക്കുന്നതോ വെള്ള നിറത്തിലുള്ള മധുരം അത് ദാനം ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കൽക്കണ്ടം അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ശുക്രൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കാനും നിലവിലുള്ള ഒരു പ്രണയബന്ധം കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാനും സഹായിക്കും എന്നാണ് പറയുന്നത്. അവർ മടങ്ങി വരും, പക്ഷേ അതിന് അവർക്ക് കുറച്ച് സമയം നൽകിയേ തീരൂ എന്ന് പറയില്ലേ. ഈ സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ അവർ നിങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുകയല്ല, മറിച്ച് അവരുടെ സ്വന്തം ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കുകയായിരിക്കാം. കാരണം ഈ കാർഡുകൾ റിവേഴ്സ് വരുമ്പോൾ അവർക്കിപ്പോൾ അവരുടെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്കൊരു തരം ഇമോഷണൽ എന്താ പറയുക, ഒരു വികാരങ്ങളില്ലാത്തൊരവസ്ഥ. നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സംസാരിച്ചാൽ വീണ്ടും ആ പഴയ വഴക്കുകളിലേക്ക് പോകുമോ എന്നൊരു ഭയം അവരെ ഒരുപാട് തടയുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഡെഡ് ലോക്ക് അവസാനിച്ചു. കാരണം ഇനി മുന്നോട്ട് പോകാനൊന്നുമില്ല. നിങ്ങളിലേക്ക് വരണോ അതോ മാറി നിൽക്കണോ എന്നൊരു കാര്യത്തിൽ പോലും അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുന്നൊരു അവസ്ഥ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ബന്ധത്തിൽ വലിയൊരു ആത്മീയപരമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, കാരണം ഇത് സ്റ്റാറും 10 ഓഫ് കപ്പ് റിവേഴ്സാണോ വന്നിട്ടുള്ളത്. കുടുംബപരമായോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ആരെങ്കിലും ഒരു ഇടപെടൽ, തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ ഈ ഒരു ബന്ധത്തിനെ ബാധിക്കുന്നുണ്ട്. 3 ഓഫ് കപ്പ് റിവേഴ്സ് വരുമ്പോൾ, ഞാൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ തെറ്റിപ്പോകുന്ന പോലെ, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ളൊരു തെറ്റായ ധാരണ കൊടുക്കാനുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ ഒരു
മറ്റാരുടെയോ വാക്കുകൾ കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ അവർ മാറി നിൽക്കുന്നത് എന്നും അതിനുള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്. അവരെപ്പോൾ വിളിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ കാർഡിലെ നമ്പേഴ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ 3, 4, 8. അപ്പോൾ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഒരു 3 മുതൽ 4 ദിവസത്തിനുള്ള ഒരു ചെറിയൊരു മെസ്സേജോ എന്തെങ്കിലും ഒരു സൂചനയോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു മടങ്ങി വരവ് അല്ലെങ്കിൽ ഒരു മനസ്സ് തുറന്നുള്ളൊരു സംസാരം നടക്കണമെങ്കിൽ ഇനി ഒരു 8 ദിവസം തുടങ്ങി ഒരു 3 ആഴ്ച വരെ എന്താണെങ്കിലും എടുത്തേക്കാം എന്നാണ് കാർഡുകൾ പറയുന്നത്. ഈ സ്റ്റാർ കാർഡ് ഉള്ളതുകൊണ്ട് വിധി നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കും. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വേഗതയിലായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് വിളിച്ചില്ല, എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സാധാരണമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾ എപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജി അവരിലേക്ക് എത്തും. അപ്പം അത് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുള്ളൂ. പകരം എല്ലാം ശരിയാകും എന്നൊരു വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. റോസ് കോഡ്സ്, നിങ്ങളുടെ കയ്യിൽ റോസ് കോഡ്സിൻ്റെ ടംബിൾ സ്റ്റോണോ കല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറിയിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊരു പ്രണയബന്ധങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറാനാണ്. ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നോക്കി ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി, ഞങ്ങൾ സന്തോഷത്തിലാണ് എന്നൊരു 21 ടൈംസ് പറയാം, 21 തവണ. എന്നിട്ട് ആ വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ പോസിറ്റീവ് ആക്കും എന്നാണ് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കാർഡുകൾ പ്രകാരം ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റില്ലെങ്കിലും അവർക്കൊരു സ്പേസ് ആവശ്യമാണ്. അത് നൽകിയാൽ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നോളും. ഓക്കെ, അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു മാനസിക തടവറയിലാണ് നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും താനെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോയോ എന്നൊരു ഭയം അവരെ വേട്ടയാടുന്നുണ്ടാവാം. നിങ്ങളോട് സംസാരിക്കാൻ ചിലപ്പോൾ അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടാകാം. പക്ഷെ ഒരു ഈഗോ അവരെ തടയുന്നുണ്ട്. താൻ ആദ്യം വിളിച്ചാൽ തോറ്റുപോകുമോ എന്നൊരു ചിന്ത അവരെ പുറകോട്ട് വലിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവർ മനഃപൂർവ്വം കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. സത്യങ്ങൾ അറിയാമെങ്കിലും അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല എന്നൊരവസ്ഥയിലാണ്. മൂന്നാമതൊരു ഘടകം എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ കാർഡ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് പുറത്തുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അതൊരു സുഹൃത്തോ കുടുംബാംഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈകാരികമായിട്ടുള്ള തടസ്സമോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആവാം, നെഗറ്റീവ് എനർജീസ് ആവാം, ദൃഷ്ടിദോഷങ്ങളാകാം, ചിലപ്പോൾ മറ്റൊരാളുടെ സ്വാധീന വലയത്തിലാകാം. ആ ഒരു വ്യക്തി നൽകുന്ന തെറ്റായ ഉപദേശങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള അവരൊരു കാഴ്ചപ്പാടിനെ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അത്തരൊരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. സ്റ്റാറും 10 ഓഫ് ഹാൻഡ്സ് വരുന്നതുകൊണ്ട് നമ്മളൊരു വലിയൊരു മാറ്റത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സ്റ്റാർ പ്രത്യാശയുടെ കാർഡാണ്. അതായത് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടില്ല. 10 ഓഫ് ഹാൻഡ്സ് പറയുന്നത് ഇതിപ്പോൾ വലിയൊരു ഉത്തരവാദിത്തത്തിലോ അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലോ ആയിരിക്കും. എപ്പോൾ വിളിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വരാനിരിക്കുന്ന പൗർണമി അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് എന്താ പറയുക, പൗർണമിയുടെ കറക്റ്റ് ടൈം എനിക്കറിയില്ല, അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച നിങ്ങളൊരു വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സൂചന, ഒരു ലൈക്കോ സ്റ്റാറ്റസ് കാണലോ അല്ലെങ്കിൽ ഒരു ചെറിയ മെസ്സേജോ അതൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ പൂർണ്ണമായി സംസാരം നടക്കാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 11 തുടങ്ങി ഒരു 14 ദിവസങ്ങൾ വരെയൊക്കെ വേണമെങ്കിൽ വരാം. ഇത് പലർക്കും ഇതിൽ ഞാനീ പറഞ്ഞ ഓരോരോ ഘട്ടത്തിൽ ഏതാണ് റെസനേറ്റ് ആവുന്നത് എന്ന് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എത്രത്തോളം അവരെ പറ്റി ചിന്തിച്ച് ആകുലപ്പെടുന്നോ അത്രത്തോളം ആ നെഗറ്റീവ് എനർജി അവരിലേക്ക് എത്തുമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം നിങ്ങളവരെ പൂർണ്ണമായിട്ടും മറന്നു എന്ന് അവർക്ക് തോന്നണം. അപ്പോൾ മാത്രമാണ് അവരുടെ ഉള്ളിലും ആ ഒരു എനർജി റിട്ടേൺ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുള്ളൂ. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഓൺലൈൻ സ്റ്റാറ്റസോ സോഷ്യൽ മീഡിയയോ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അത് നിങ്ങളുടെ ഒരു എനർജിയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നാണ് പറയുന്നത്. കറുവപ്പട്ട വെച്ചൊക്കെ നമുക്ക് ചെയ്യാം. കാരണം ഒരു അല്പം കറുവപ്പട്ടയുടെ ഇത് കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുൻവാതിലിന് മുമ്പിൽ വെച്ച് ഉള്ളിലേക്ക് ഊതാം. കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് സങ്കല്പിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഇത് ഈ ആഗ്രഹ സാഫല്യത്തിന് മാനിഫെസ്റ്റേഷന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു നീല പേന ഉപയോഗിച്ചിട്ട് ഒരു വെള്ള കടലാസിൽ അവരുടെ പേരും നിങ്ങളുടെ പേരും എഴുതിയൊരു വൃത്തം വരയ്ക്കുക.
ഇത് നിങ്ങളുടെ മുറിയിലെ വടക്ക് ദിശയിൽ സൂക്ഷിക്കാം. ഇത് ഈ ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി സഹായിക്കുന്നതാണ് പറയുന്നത്. അവർ മടങ്ങി വരും, പക്ഷെ അത് അവർക്ക് തന്നെ ഒരു ബോധ്യം വരുമ്പോഴായിരിക്കും. ഇപ്പം നിങ്ങളോട് ശാന്തമായിട്ടിരിക്കാനാണ് പറയുന്നത്. കാരണം ആ ഒരു ഡെസ്റ്റിനി നിങ്ങൾ അവിടേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് വളരെ പെട്ടെന്നുള്ളൊരു മാറ്റമല്ല. നിലവിൽ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞ ഇഷ്യൂസ് ഇതിൽ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ സ്വാധീനം വരും തോറും ഇതിങ്ങനെ പതിയെ പതിയെ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഉള്ള നെഗറ്റീവ് എനർജിയിൽ ഇത് പതിയെ മങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് ഉള്ള ബന്ധത്തിൽ അവർക്ക് ചിലപ്പോൾ കൈപ്പേറിയ ഒരു അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. കാരണം അവർ സ്വയം കെട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു ഇതിൽ നിന്ന് മോചിതരാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമാകാൻ കുറച്ചും കൂടി ധൈര്യം വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈം വേണമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ ഭാവിയിൽ ഈ ഒരു ബന്ധം ഒരു 3 ഘട്ടത്തിൽക്കൂടെ കടന്നു പോകാം. കാരണം ആദ്യം അടുത്ത ഒരു കുറച്ച് ആഴ്ചകൾ കൂടി ഒരു നിശബ്ദതയായിരിക്കും. ഈ സമയത്ത് അവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം അവരനുഭവിക്കുന്ന ഒരു മാനസിക ഭാരം സഹിക്കാൻ വയ്യാതെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ നിർബന്ധിതരാകും എന്നാണ് കാണിക്കുന്നത്. 10 of Wands ആണ് അവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുകയാണെങ്കിൽ ഒരു ആശയവിനിമയം. ഒരു അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യും. ഇത് വലിയൊരു വഴക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു തിരിച്ചുവരവായതുകൊണ്ട് വളരെയധികം കരുതലോടുകൂടിയായിരിക്കാം അവർ സംസാരിക്കുന്നത് തന്നെ. പിന്നെ ഒരു 3ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരുന്നാൽ ഈ ഒരു ബന്ധം കൂടുതൽ ശക്തമാകും. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങളവിടെ സംസാരിക്കേണ്ടത്. അതോടുകൂടി തന്നെ ആ പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. അത്തരത്തിൽ പോകുമ്പോൾ ഭാവിയിൽ എന്താ പറയുക, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് നല്ല ക്ഷമ വേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ എല്ലാം ശരിയാവണമെന്നൊരു വാശിയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. കാരണം അതിനൊരു സമയം ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇതേപോലെ തന്നെ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഉപ്പുവെള്ളമില്ലേ, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അല്പം കല്ലുപ്പ് കലർത്തിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ മേലുള്ള നെഗറ്റീവ് ദൃഷ്ടികളും തടസ്സങ്ങളൊക്കെ മാറാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മഞ്ഞൾ, ഒരു കഷ്ണം ചെറിയ പച്ചമഞ്ഞൾ ഒരു മഞ്ഞ തുണിയിൽ കെട്ടി നിങ്ങളുടെ അലമാരയിൽ സൂക്ഷിക്കുന്നത് ബന്ധങ്ങളിലെ ഐക്യം വർദ്ധിപ്പിക്കും എന്നും പറയുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിന്റെ കർമ്മഫലം പോലെ പറയുമ്പോൾ ഈ ഒരു വേർപിരിയൽ വെറുതെ ഉണ്ടായതല്ല. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീസെറ്റ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. മദർ ഓഫ് സോർട്സും 8 of Swords നമ്മൾ പറഞ്ഞു, റിവേഴ്സ് ആണ് മദർ ഓഫ് സോർട്സ്. കാരണം നിങ്ങൾ രണ്ടുപേരും അമിതമായിട്ട് ആശ്രയിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അകലം കാരണം നിങ്ങൾ രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് വളരാൻ വേണ്ടി സഹായിക്കും എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ഉള്ളിലെ ഭയം അവരെ തടയുന്നുണ്ടാകാം. കാരണം നിങ്ങളെ നേരിടാൻ അവർക്കിപ്പോൾ ഒരു ധൈര്യമില്ല എന്ന് പറയില്ലേ. അതേപോലെ തന്നെ ഒരു 3ാമതൊരു വ്യക്തിയോ സാഹചര്യമോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസോ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയത് താൽക്കാലികമായിട്ടുള്ളൊരു പരീക്ഷണം മാത്രമാണ്. കാരണം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കാം, ചിലപ്പോൾ രാത്രി ഒരുപാട് വൈകിയൊരു സമയത്തായിരിക്കാം അവരിൽ നിന്ന് ചിലപ്പോൾ ഒരു മെസ്സേജ് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ചിലപ്പോൾ അത് ഭയങ്കര വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കും. ചിലപ്പോൾ ഒരു ഹായ് ആയിരിക്കാം, അല്ലെങ്കിൽ സുഖമാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കാം. കാരണം ഈ സംസാരം പതിയെ പതിയെ സ്നേഹത്തിലോട്ട് മാറുന്നൊരു ഘട്ടം, 2ാം ഘട്ടം സംഭവിക്കുന്നുണ്ട്. ഇത്തവണ നിങ്ങൾ ആ പഴയ തെറ്റുകൾ തന്നെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പറയുന്നുണ്ട്. കാരണം ഈ മദർ ഓഫ് പെന്റിക്കിൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ബന്ധം കൂടുതൽ പക്വതയുള്ളതാവുമെന്നാണ് പറയുന്നത്. കാരണം ചിലപ്പോൾ ഈ വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിക്കാൻ ഇത് വഴിയൊരുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെയും നമുക്ക് ടെക്നിക്സ് ഉണ്ട്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായും അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കുന്നതായിട്ടും സങ്കല്പിക്കാം, വിഷ്വലൈസ് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വഴി അവരിലേക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള തരംഗങ്ങൾ എത്തിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ നിങ്ങളെ വിളിക്കുന്നത് വരെ നിങ്ങൾ അവരെ ശല്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങളുടെ ഈ ഒരു നിശബ്ദതയാണ് അവരെ ഏറ്റവും കൂടുതൽ
ഭയപ്പെടുത്തുന്നതും നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതും എന്ന് തന്നെ പറയാം. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ അല്പം കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങളുടെ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെക്കുന്നത് നല്ലതാണ്. ഇത് ഈ പ്രണയബന്ധങ്ങളിലെ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. ഓരോ ആഴ്ചയിൽ ഈ ഉപ്പ് മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ, കുറച്ച് വെച്ചാൽ മതി. പിങ്ക് മെഴുകുതിരി, അതേപോലെ തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു പിങ്ക് മെഴുകുതിരി കത്തിച്ച് നിങ്ങളുടെ ഒരു ബന്ധം ദൃഢമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്താണെങ്കിലും വരാനിരിക്കുന്ന ഒരു 3 ആഴ്ച തുടങ്ങി 3 മുതൽ ഒരു 5 ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാണ്. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശുഭകരമായിട്ട് വരും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവരൊരു ഈഗോ മാറണം, അതാണ് അവരെ തടയുന്നത്. അവരാദ്യം വിളിച്ചാൽ അവരുടെ വില പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരെന്നെ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെയോ അവരെയോ അലട്ടുന്നുണ്ടാകാം. ഓക്കെ, കാരണം നിങ്ങളുടെ ഓൺലൈനിൽ കാര്യങ്ങൾ, നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങൾ നിങ്ങൾ അവരൊരുപാട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളെ നോക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഒരു അഭാവം അവരെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് നിങ്ങളുടെ ഒരു പങ്കാളിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളായിരിക്കാം. ഉടനെ തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാം. ഈ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക പ്ലാനിങ്ങും ഇല്ലാതെ നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത സമയത്തായിരിക്കും അവരൊരു മെസ്സേജ് വരുന്നത്. ഓക്കെ, ഈ ഒരു പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ബന്ധം കൂടുതലും പക്വതയുള്ളതാവും എന്ന് പറയുന്നുണ്ട്. കാരണം നെക്സ്റ്റ് ഒരു 11 ദിവസത്തേക്ക് നിങ്ങൾ അവരെ യാതൊരു തരത്തിലും ശല്യം ചെയ്യാതിരിക്കുക, അതാണ് നല്ലത്. അവരെപ്പോൾ വരും എന്നൊരു സങ്കടത്തിന് പകരം അവർ വരും, ഞങ്ങൾ സന്തോഷമായിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾ മനസ്സിൽ വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളതാണ്, ട്രൈ ചെയ്ത് നോക്കാം. ഒരു ചെറിയ കുപ്പിയിൽ അല്പം തേനെടുക്കാം, അതിലൊരു ചെറിയ കടലാസിൽ അവരുടെ പേര്, നിങ്ങളുടെ പേര് എഴുതിയിടാം. ഓക്കെ, എന്നിട്ട് ആ കുപ്പി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കുക. ഇത് നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ എന്താ പറയുക, സ്നേഹം നിറയ്ക്കാൻ അല്ലെങ്കിൽ മധുരം നിറയ്ക്കാൻ സഹായിക്കുന്നതാണ്. മണ്ടത്തരെന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അല്ലാതെ വിശ്വാസമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വർക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കുറേ എല്ലാ വീഡിയോസിനും റെമഡീസ് പറയുന്നുണ്ട്, പലതരത്തിലുള്ളത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം, വർക്കാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 2 മിനിറ്റ് നേരം അവർ സന്തോഷത്തോടെ നിങ്ങളുടെ അരിയിലേക്ക് വരുന്നതായിട്ടും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എനർജി കറക്റ്റ് ആയിരിക്കണം. കാരണം നിങ്ങളെ പിരിഞ്ഞതിൽ അവർക്ക് വല്ലാതൊരു കുറ്റബോധമുണ്ട്, പക്ഷെ അത് സമ്മതിച്ചു തരാൻ അവരുടെ അഹംഭാവം അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല എന്ന് പറയില്ലേ. രാത്രി കാലങ്ങളിൽ ശരിക്കും ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല, പഴയ ഫോട്ടോസ് സന്ദേശങ്ങളൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാകാം, അതും കാർഡ് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ 3ാമത്തെ വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു ഇത് ജസ്റ്റ് ഒരു കടമ പോലെയാണ്. അതിൽ വലിയ പഴയ സന്തോഷമോ ആവേശമോ ഒന്നുമില്ല. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് വലിയൊരു തർക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു തർക്കമായിരിക്കും ഒരു പക്ഷേ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ യൂണിവേഴ്സ് ഒരു വഴി തുറക്കുന്നത്. കാരണം നിങ്ങളോടത്തുള്ളത് എന്താ പറയുക, ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അത് തീർക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയില്ലേ. ഓക്കെ, സ്റ്റാർ കാർഡും ഇതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി വളരെ താഴ്ന്ന നിലയിലായിരിക്കും. അത് ഉയർത്താൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, കേൾക്കുന്ന നിങ്ങൾ. കാരണം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയാണ് അല്ലെങ്കിൽ യോഗ്യനാണ്, എൻ്റെ പങ്കാളി ഉടൻ എന്നിലേക്ക് മടങ്ങി വരും എന്ന് ഉറപ്പിച്ച് പറയുക കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്. പിന്നെ കിടപ്പുമുറിയിൽ ഒരു മഞ്ഞ ബൾബ് അല്ലെങ്കിൽ ചെറിയ മഞ്ഞ വെളിച്ചം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിനെ ഉണർത്താൻ വേണ്ടി സഹായിക്കും എന്നാണ് പറയുന്നത്. ഏലയ്ക്ക് വെച്ചൊരു പരിപാടിയുണ്ട്. അത് 2 ഏലയ്ക്ക എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് അവരുടെ പേര് 7 തവണ പറയുക. എന്നിട്ട് അതൊരു പച്ചപ്പുള്ള ചെടിയുടെ ചുവട്ടിലിടുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യുക. ഇത് ഈ പ്രണയബന്ധത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ബന്ധം അവസാനിച്ചിട്ടില്ല, ഇതൊരു വിശ്രമവേളയാണ്, ബ്രേക്ക്. ഓക്കെ, അവർ മടങ്ങി വരും. പക്ഷെ മടങ്ങി വരുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അവരെ സമ്മർദ്ദത്തിലാക്കരുത്. വീണ്ടും നിങ്ങളിലുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് വീണ്ടും ഓൺ ആൻഡ് ഓഫിലോട്ട് പോകും. കാരണം എന്താ പറയുക, പുതിയൊരു വ്യക്തിയെ പോലെ അവർ സ്വീകരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനറലാണ്. നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല.
നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് വരിക. വരുമ്പോൾ എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം വരിക. അല്ലെങ്കിൽ ആരുടെ വീഡിയോസാണോ റെസനേറ്റ് ആവുന്നത് അവിടെ പോയി റീഡിങ് എടുത്തിട്ട് മുന്നോട്ട് പോവുക. സൊല്യൂഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ബ്രേസ്ലെറ്റുകൾ, ടെമ്പിൾ സ്റ്റോൺസ്, റോസ് കോഡ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.